ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്, അസോസിയേറ്റിവിറ്റി. നമ്മൾ ക്ലോസ്ഡ് പ്രോപ്പർട്ടി പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് പഠിച്ചു, ഇനി അടുത്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? എന്താ അസോസിയേറ്റ് ചെയ്യുക അല്ലേ, കൂടിച്ചേരുക, അല്ലെങ്കിൽ രണ്ടുപേരായിട്ടോ മൂന്ന് പേരായിട്ടോ ഒരു ഗ്രൂപ്പ് ആകുന്നതിനാണ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും. ഇപ്പൊ ഇവിടെ ചെറിയ സംഖ്യ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ വലിയ വലിയ സംഖ്യകൾ, അതായത് ലാർജ് ക്വാണ്ടിറ്റീസ് ഉള്ള സംഖ്യകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടി ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കും. അതിനു വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ള മെത്തേഡാണ് പറയുന്നത്. അതിൽ നമ്മൾ ഹോൾ നമ്പേഴ്സ് ആണ് ചെയ്യുന്നത്. ഏതൊക്കെയാ മക്കളെ ഹോൾ നമ്പേഴ്സ്? മറന്നുപോയോ? ഹോൾ പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ സീറോയും. അതിന് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളും നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 ദെൻ 0 +0 ആണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഹോൾ നമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അഡീഷൻ ആദ്യം ചെയ്യാം, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യാം. ഓക്കെ, 7 + 2 + 3. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് ABC 3 ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ A + B + C, ഇവിടെ ബിയും സിയും കൂടെ അസോസിയേറ്റ് ചെയ്തു, അവരെ ഒരുമിച്ചാക്കി, = A + B + C ആണ്. ഇതിനകത്ത് മനസ്സിലായി, ഇത് ABC എന്ന് പറഞ്ഞ 3 ഹോൾ നമ്പേഴ്സ് ആണ്. ബിയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് ആ ആൻസറിലൂടെ എ ആഡ് ചെയ്താലും, ഇനി എയും ബിയും കൂടെ ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നെ ആ ആൻസറിനോടാണ് സി ആഡ് ചെയ്യുന്നെങ്കിലും സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ അവർ അസോസിയേറ്റീവ് ആണ് എന്നാണ് പറയാൻ വരുന്നത്. അപ്പൊ നമുക്കിവിടെ ചെയ്ത് നോക്കാം, ഇവർ അസോസിയേറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാവേ. A + B + C = എന്ന് പറഞ്ഞാൽ A + B + Cക്ക് തുല്യമായിരിക്കും. അപ്പൊ ആദ്യം 7 + 2 + 3 ആണ്. ആദ്യം ഞാൻ ഏതാ ചെയ്യാൻ പോകുന്നത്? A + B + ഇതാ ചെയ്യാൻ പോകുന്നത്. A + B + C, ബിയും സിയും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ എന്നാണ് 7 + 2 + 3 അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ, ആണോ? ഇപ്പൊ ഒരു കാൽക്കുലേഷൻ വരുവാണെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു പ്രോബ്ലത്തിൽ തന്നെ പല കാൽക്കുലേഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റ്, അങ്ങനെ എല്ലാം കൂടി വേണം. നമുക്ക് ചുമ്മാ തോന്നുന്നത് ചെയ്യാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബോഡ് മാസ് എന്നുള്ളത് അല്ലേ? ആദ്യം എന്നാ ചെയ്യണം? ബ്രാക്കറ്റിലുള്ളത്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം. അപ്പൊ 7+ ആദ്യം അതേപോലെ എഴുതിയിട്ടെ. 7 + ഇനി 2 + 3 എത്രയാ മക്കളെ? നമ്മൾ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോറി, 5 ഓക്കെ, 5 ആണ്. ഇനി ഇത് രണ്ടും പ്ലസ് ആയിട്ട് 7 + 5 എത്രയാണ്? 12 എന്ന് കിട്ടി. ഇനി ഞാൻ തിരിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ? 7 + 2 അസോസിയേറ്റ് ചെയ്തിട്ട് അതിനോട് 3 ആണ് ആഡ് ചെയ്യുന്നെങ്കിലോ, 7+ ആദ്യം ബ്രാക്കറ്റ്, 7 + 9 എത്രയാ? 9. 9 + 3 എത്രയാണ്? 12. സെയിം ആൻസർ തന്നെ കിട്ടി അല്ലേ മക്കളെ? ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അസോസിയേറ്റ് ചെയ്തപ്പം സെയിം ആണ്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് അതുകൊണ്ടൊന്ന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെയ്താലോ. ആദ്യം 12 + 5 + 11, 5 + 11നെയാണ് ഞാൻ ആദ്യം അസോസിയേറ്റ് ചെയ്തത്. അപ്പൊ 12 അതുപോലെ എഴുതി. 5 + 11 എത്രയാണ്? 16. ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് 16 + 12 എത്രയാണ്? 28 എന്ന് കിട്ടി. തിരിച്ചൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ്? 12ഉം 5ഉം കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് 11 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 12 + 5 എത്രയാണ്? 17 + 11 = 28. സെയിം ആൻസർ തന്നെ കിട്ടിയല്ലോ. അപ്പൊ ഇവർ അസോസിയേറ്റീവ് ആണ് അല്ലേ? അതായത് A + B + C ബ്രാക്കറ്റിൽ അങ്ങനെ ആഡ് ചെയ്താലും, അല്ലെങ്കിൽ A + B ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സി ആഡ് ചെയ്താലും സെയിം ആൻസർ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതണ്ടേ? ഹോൾ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഈസ്, അപ്പൊ നമ്മളിങ്ങനെ എടുത്തെഴുതാം കേട്ടോ. ഹോൾ നമ്പേഴ്സ് under addition is associative. എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡീഷൻ നോക്കിയെങ്കിൽ നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ഒന്ന് നോക്കിയേക്കാം. ഏതാ നോക്കാൻ പോലെ? സബ്ട്രാക്ഷൻ വരുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഈ പ്ലസിന്റെ സ്ഥാനത്തൊക്കെ മൈനസ് വരണം. A + B - C എന്ന് പറയുന്നത്
എ മൈനസ് ബി ഇതിന് തുല്യമായിരിക്കണം. അങ്ങനാണോ? ഇവരിത് അംഗീകരിക്കുന്നുണ്ടോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ? നമുക്ക് നോക്കാം. ആദ്യം 7 മൈനസ് 2 മൈനസ് 3, അടുത്ത് ചെയ്യുന്നത് 12 മൈനസ് 5 മൈനസ് 11. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വേണം ആദ്യം അസോസിയേറ്റ് ചെയ്യുന്നതാണ് 7 മൈനസ് 2 മൈനസ് 3. കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ട്രാക്ഷൻ ആണ് വരുന്നെങ്കിൽ, കണ്ടോ സബ്ട്രാക്ഷൻ ആണ്, ഇവിടെയൊക്കെ സബ്ട്രാക്ഷൻ ആണ് വരുന്നെങ്കിൽ നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യുന്നതാണ് മക്കളെ ഞാൻ പറഞ്ഞേ. അതെ, അഡിറ്റീവ് ഇൻവേഴ്സ് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് അഡിറ്റീവ് ഇൻവേഴ്സ് കാണാം കേട്ടോ. ആദ്യം 7 മൈനസ്, ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ആദ്യം കിടക്കുന്ന അത് ഒരു ചേഞ്ചും ഇല്ലാതെ അങ്ങനെ എഴുതി, പിന്നെ നമ്മൾ ഈ സൈൻ തൊട്ടങ്ങ് മാറുക. ഈ മൈനസ് സൈൻ എന്നാകും പ്ലസ്, ഈ പ്ലസ് ഇത് +3 അല്ലേ, ഇത് +3 എന്നാകും -3 ആയി മാറി കേട്ടോ. ഇസ് ഈക്വൽ ടു 7 മൈനസ്, ഇനി ബ്രാക്കറ്റിലുള്ള എത്രയാണ് +2ഉം -3യും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നോക്കി 2 - 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി വലുതാകുമ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യും. ഇപ്പം ഞാനൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് പ്ലസ് ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ടെങ്കിൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഈ മൈനസ് നമ്മുടെ സബ്ട്രാക്ഷൻ്റെ മൈനസ് സൈനാണോ അതോ ഈ 3യുടെ കൂടെ കിടക്കുന്നതാണോ, അങ്ങനെയൊക്കെ തോന്നുകയല്ലേ. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് കണ്ടോ, അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി +2ഉം -3യും കൂടെ ആഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കി കേട്ടോ. +2ഉം -3യും കൂടെ ആഡ് ചെയ്യുക, എളുപ്പമായില്ലേ? ഒരു പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ എന്നാ മക്കളെ ആൻസർ? ഒരു പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. മറക്കല്ലേ, പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അപ്പം നിങ്ങൾ പഠിക്കുക. അപ്പം സബ്ട്രാക്ട് ചെയ്ത് 3 - 2 എത്രയാണ്? 1. ആർക്കാ വലിയ സൈൻ? 3ക്ക് അതിൻ്റെ -1. ഇപ്പൊ എങ്ങനെയാ കിട്ടിയത്? ഓക്കെ, 7 മൈനസ് -1 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് സബ്ട്രാക്ഷൻ സൈൻ ആണ് വന്നത്. ഉടനെ പിന്നെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്യും. 7 അതുപോലെ എഴുതി, ഈ മൈനസ് പ്ലസ് ആകും, ഇത് -1 ആയിരുന്നു, അത് +1. അപ്പൊ നോക്കി, 2 പ്ലസ് തമ്മിൽ ആഡ് ചെയ്യാനാണ് അല്ലെ, ഇതാണ് അഡീഷൻ. ഇത് 2 പ്ലസ് തമ്മിൽ ആഡ് ചെയ്യാൻ. അപ്പൊ ആൻസർ എത്രയാണ്? +8. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചൊന്ന് ചെയ്ത് നോക്കാവേ. ഏതൊക്കെയാണ്? 7 - 2 - 3. ഇനി ആദ്യം ഇവരെ ചെയ്യാം. അഡിറ്റീവ് സബ്ട്രാക്ഷൻ അല്ലേ, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ കണ്ടോണ്ട് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. 7 അതുപോലെ എഴുതി, ഈ മൈനസ് ആയി പ്ലസ് ആയി, ഇത് +2 ആയിരുന്നു, അത് -2 ആയിട്ട് മാറി. അവരെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു -3. ബാക്കി അതുപോലെ എടുത്തെഴുതി. നോക്കിയേ, ഒരു പ്ലസും ഒരു മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്ന് എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും നമ്മള്. 5 5 അല്ലേ, എന്നിട്ട് വലുതിന്റെ സൈൻ, വലുതാരാ? 7. 7ന്റെ പ്ലസ് സൈൻ കൊടുത്തു, -3. പിന്നെയും വന്നു സബ്ട്രാക്ഷൻ. ഇനിയും നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. 5 അതുപോലെ എഴുതി, ഇവിടെ തൊട്ട് മാറുക, മൈനസ്, ഈ മൈനസ് സൈൻ മാറി പ്ലസ് ആകും, ഇത് +3 ആണ്, ഇത് മാറിയിട്ട് -3 ആയിട്ട് മാറും. ഓക്കെ, ഒരു പ്ലസും മൈനസും ആഡ് ചെയ്യാൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് 2, വലുതിന്റെ സൈൻ. അപ്പൊ ആൻസർ എത്രയാണ്? 2. 8ഉം ആദ്യത്തെ രീതി ചെയ്തപ്പം, അതായത് സെക്കൻഡും തേർഡും അസോസിയേറ്റ് ചെയ്തപ്പം 8ഉം, ഫസ്റ്റും സെക്കൻഡും അസോസിയേറ്റ് ചെയ്തപ്പോഴും 2ഉം കിട്ടി. സെയിം കിട്ടിയോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം അസോസിയേറ്റീവ് ആണോ? ഹോൾ നമ്പർ സബ്ട്രാക്ഷനിൽ അസോസിയേറ്റീവ് ആണോ? അല്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കിയാലോ? നിങ്ങളുടെ സംശയം, ഞാൻ ഈ അസോസിയേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നിർത്തിയാൽ മതി. പക്ഷെ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ ഈ സബ്ട്രാക്ഷൻ അഡിറ്റീവ് ഇൻവേഴ്സ് നിങ്ങൾക്ക് കാണുന്നില്ലേ, അതൊന്നുകൂടെ പറയാൻ വേണ്ടിയാണ്. അപ്പൊ അടുത്ത് ഇത് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന 12 - 5 - 11. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് 12 അതുപോലെ എഴുതി, മൈനസ്, ഇനി ഇവിടെ തൊട്ട് ഇവിടെ നമ്മൾ മാറ്റി എന്താക്കാൻ പോവാ? അഡിറ്റീവ് ഇൻവേഴ്സ്. 5 അതുപോലെ ബ്രാക്കറ്റിലാണ്, 5 അതുപോലെ എഴുതി, ഈ മൈനസ് മാറി പ്ലസ് ആയി, ഇത് +11 ആയിരുന്നു, -11 ആയി മക്കളെ. ഓക്കെ, ഇസ് ഈക്വൽ ടു 12 മൈനസ്, ഓക്കെ, +5ഉം -11ഉം എന്ത് ചെയ്യും? നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യും. 11ൽ നിന്ന് 5 പോകെ 6, എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കണം? വലിയ ആള്. ഇപ്പൊ 11 അല്ലേ, 11ന്റെ സൈൻ എത്രയാ? മൈനസ്. അപ്പൊ
12 -6. പിന്നെയും സബ്ട്രാക്ഷൻ വന്നു. ഉടനെ നമ്മൾ പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. ഇവിടെ തൊട്ട് മാറുക. ഈ മൈനസ് മാറി പ്ലസ് ആയി, ഈ -6 മാറി +6 ആയി. ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് 12 + 6 എത്രയാണ്? 18. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ അഡിറ്റീവ് ഇൻവേഴ്സ് കാണാൻ പഠിച്ചില്ലേ? അതിനു വേണ്ടിയാണ് പിന്നെയും ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ അസോസിയേഷൻ നോക്കാം. ഇങ്ങനെ നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് 12 - 5 ആണ്. ഇവിടെ നിന്ന് അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്ത് പോകണ്ടേ? ആദ്യം ബ്രാക്കറ്റ് അല്ലേ? അപ്പൊ 12 ഇവിടെ നിന്ന് മാറുക. മൈനസ് പ്ലസ് ആയി, +5 -5 ആയി, -11. ഓക്കെ, +12ഉം -5ഉം എന്ത് ചെയ്യും നിങ്ങൾ? സബ്ട്രാക്ട് ചെയ്യും. വ്യത്യസ്തമായിട്ട് വന്ന് സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് 12 നിന്ന് 5 പോകെ 7 അല്ലേ? 7 വലുതിന്റെ സൈൻ ആരാ? 12 അല്ലേ? അപ്പൊ പ്ലസ്, ഇനി -11. പിന്നെ മൈനസ് സബ്ട്രാക്ഷൻ വന്നു. നമ്മൾ ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. 7 എഴുതി, ഈ മൈനസ് പ്ലസ് ആയി, +11 ആയിരുന്നു, അത് -11 ആയി. ഓക്കെ, പിന്നെ പ്ലസും മൈനസും. അപ്പൊ എത്ര വരും? 4 അല്ലേ? എന്നിട്ട് വലുതിന്റെ സൈൻ ആരാ? -4. ഇവിടെ നോക്കിയേ, 18ഉം ഇവിടെ -4ഉം അസോസിയേറ്റീവ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്നാ എഴുതും? ഹോൾ നമ്പേഴ്സ് under subtraction is not additive. മനസ്സിലായില്ലേ മക്കളെ? അപ്പം അഡീഷൻ അസോസിയേറ്റീവ് ആണ് മിക്കതിലും അല്ലേ? നമ്മൾ ചെയ്ത് നോക്കിയ പ്രോപ്പർട്ടികൾ മിക്കത് നോക്കുവാണെങ്കിൽ അഡീഷൻ അവരെ അംഗീകരിക്കുന്നതായിരിക്കും അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് ആയാലും ഒക്കെ അഡീഷൻ അവരെ അംഗീകരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സബ്ട്രാക്ഷൻ ഒരിക്കലും ഈ പ്രോപ്പർട്ടി ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ മിക്കവാറും ഒരുപോലൊക്കെ തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഒരുമിച്ചൊന്ന് ഒരു കോളം പോലെ എഴുതിയില്ല. അപ്പൊ നിങ്ങൾ ഓർത്തോളും. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? ഇതപ്പോ വീഡിയോ ഒരു 2 പ്രാവശ്യം കണ്ടിട്ട് എന്താണ് ഈ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് കൂടുതലും ഈ ഇതുണ്ട്, ഇത് കാൽക്കുലേഷൻ കണ്ടോ, ഇതൊന്ന് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അപ്പൊ തന്നെ ഈ കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. വേണം കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ ഉണ്ടാവുമല്ലോ, ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇത് ഫോളോ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലേ? ഓക്കെ മക്കളെ, താങ്ക് യു.